ഞാൻ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പാം ഓയിലാണ്. എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ മാവ് പോലെ വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പുഴുവിനോട് വെച്ചിട്ട് അതിന് പിന്നീട് മിക്സ് ചെയ്തെന്ന്. എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ ഇരിക്കണം. അറിയാതെ പരിപ്പ് പലർക്കും പല രീതിയാണല്ലേ. ഇത് 4 മണി സ്നാക്സിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റ് 4 മണിക്ക് എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്ക് ഇതിന് പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഗേഡെന്നൊരു അസുഖമുണ്ട് വേദനക്ക്. അതിന് ഈ എണ്ണ കൊണ്ടുള്ള പലഹാരം ഒന്നും വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ബിസ്ക്കറ്റോ പഴമോ എല്ലാം കഴിച്ചാൽ മതി. പഴംപൊരി പോലെ എണ്ണുള്ള കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നും ബിസ്ക്കറ്റ് ആയിരിക്കും. ഇന്ന് അതിന് ചേഞ്ച് ആയിക്കോട്ടെ, പരിപ്പ് വടയും ചായ ആയിക്കോട്ടെ. കുറച്ചുകൂടെ മൂക്കാനുണ്ട്. മൂത്ത് വന്നു, തിരിച്ചിട്ടു. നല്ലതുപോലെ മൂത്ത് വന്നു. കണ്ട നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത് ഇതുപോലെ ഞാൻ ചപ്പി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ട് ധാരാളം ഉണ്ട്. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോ ഇടുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് പ്രധാന കാരണം. അച്ഛമ്മയ്ക്ക് കഴിയുന്നത് പോലെ ഇരുന്നേ അച്ഛമ്മേ, നിർത്തിക്കളയരുത് അച്ഛമ്മേ എന്നാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയുന്നത്, യൂട്യൂബിലെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത്. അവരെല്ലാവരും എനിക്ക് നല്ല കട്ട സപ്പോർട്ടാണ്. ഇനി അത് കുളമ്പോ അങ്ങനെ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ട ഇത്രയും പരിപ്പ് കൂടെ കിട്ടി. 1 കപ്പ് പരിപ്പ്. ഇത് നല്ലതുപോലെ അരഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ? അത് അരയുന്നതാണ് ഇഷ്ടമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഓപ്ഷണലാണ്. എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം, നല്ല ക്രിസ്പി ആയിട്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ 4 മണി സ്നാക്സാണ്. ഇതും ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. വല്ലപ്പോഴും ഒക്കെ എൻ്റെ വയറ് പണി മുടക്കില്ലാന്ന് തോന്നുന്നു കഴിച്ചാൽ. ചായയും പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ആരും കാണുന്നില്ല. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്, ഫുള്ളായിട്ട് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ ഷോർട്ട് വീഡിയോസിൽ എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് അടിച്ചിട്ട് എൻ്റെ പേജിൽ കയറി ലൈക്ക് വീഡിയോസ് എടുത്ത് അതിൽ കമൻറ്റ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതും ചിലപ്പോഴേ സാധിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോ കയറി വരും ഇതിലിടുമ്പോൾ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നിങ്ങളെല്ലാവരുടെ ലൈവിലും ഞാൻ വരുന്നുണ്ട്. ഞാൻ കാണുകയാണെങ്കിൽ ചിലപ്പോൾ തിരക്കായിരിക്കും, എന്തെങ്കിലും ജോലിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഫോൺ കയ്യിലിരിക്കുമ്പോൾ ആര് ലൈവിലുണ്ടായിരുന്നാലും ഞാൻ കയറി ലൈക്ക് അടിച്ച് മെസ്സേജ് ഇട്ടിട്ടേ ഇറങ്ങുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ, ഫുള്ളായിട്ട്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടത് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.